രാഷ്ട്രീയ നിരീക്ഷകൻ ഡോക്ടർ കെ ജയപ്രസാദ് കൂടി നമ്മോടൊപ്പം ഈ ഫ്ലോറിലുണ്ട്. ഡോക്ടർ ജയപ്രസാദ്, ഇപ്പോൾ ബി റെജി പറയുന്ന വാദങ്ങൾ നോക്കൂ. ഈ SIR ആണ് NDAയെ വിജയിപ്പിച്ചത് എന്നാണ് കോൺഗ്രസിന്റെ ഇപ്പോഴത്തെ ഏറ്റവും പുതിയ ക്യാപ്സ്യൂളായി വന്നിരിക്കുന്നത്. നമുക്കറിയാം, ഈ 42 ലക്ഷം അനധികൃത വോട്ടർമാരെ ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ അതിതീവ്ര പരിഷ്കരണത്തിൽ പുറത്താക്കപ്പെടുകയാണ്. പക്ഷേ അതിനെതിരെ ഒരിടത്തുനിന്ന് പോലും ഒരു വോട്ടർ പോലും കംപ്ലൈന്റ് നൽകുന്നില്ല. മാത്രവുമല്ല, വളരെ കൃത്യമായി സമയം നൽകുന്നുണ്ട്. ഏതെങ്കിലും വിധത്തിലുള്ള ആക്ഷേപമുണ്ടെങ്കിൽ നിങ്ങൾക്കിത് സമർപ്പിക്കാൻ സമയമുണ്ട് എന്ന് പറയുമ്പോൾ പോലും ഉത്തരവാദിത്തപ്പെട്ട ഒരു രാഷ്ട്രീയ കക്ഷി പോലും ഇത്തരത്തിൽ അനീതി നടന്നിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കുന്നില്ല. പകരം കവലപ്രസംഗങ്ങളിലൂടെ ഇതാ രാജ്യത്തെ തെരഞ്ഞെടുപ്പ് സംവിധാനം മുഴുവൻ മോദി അട്ടിമറിച്ചിരിക്കുന്നു എന്ന് വിളിച്ചുകൂവലാണ് നടന്നത്. ശ്രീ അഡ്വക്കേറ്റ് ജയപ്രകാശ്, ഈ ബീഹാർ നിയമസഭാ തിരഞ്ഞെടുപ്പ്, ഞാൻ അതിലേക്ക് വരുന്നതിന് മുമ്പ് എനിക്ക് പറയാനുള്ളത്, യഥാർത്ഥത്തിൽ ഇത് ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ വിജയമാണ്, ഇന്ത്യൻ തിരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ വിജയമാണ്. കാരണം കഴിഞ്ഞ 6-7 വർഷങ്ങളായിട്ട് ശ്രീ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ നമ്മുടെ ഭരണഘടനാ സ്ഥാപനങ്ങളെ, വിശേഷിച്ച് തിരഞ്ഞെടുപ്പ് കമ്മീഷനെയും അന്തർദേശീയ തലത്തിൽ, അത് ജോർജ് സോറോസിനെ പോലെയുള്ള അന്തർദേശീയ ഏജൻസികളുടെ പിന്തുണയോടെ ഇന്ത്യൻ ജനാധിപത്യത്തെ പിന്നോട്ടടിക്കുന്ന, അതിനെ വളരെ മോശമായി ചിത്രീകരിക്കുന്ന തരത്തിലേക്കുള്ള ഒരു വലിയൊരു ക്യാമ്പയിനിങ് നടക്കുന്നതിനിടയിലാണ് ബീഹാർ തിരഞ്ഞെടുപ്പ് വരുന്നത്. അതിനു മുമ്പ് തന്നെ അവിടെ അദ്ദേഹം ആദ്യമായിട്ട് വോട്ട് ചോരി എന്നുള്ള ഒരു മുദ്രാവാക്യം കൊണ്ടുവന്ന് വലിയൊരു ജനകീയ ക്യാമ്പയിനൊക്കെ ശ്രമിച്ച ഒരു സ്റ്റേറ്റിലാണ് ഇത്ര ദയനീയമായിട്ട് കോൺഗ്രസ് പരാജയപ്പെട്ടതും കോൺഗ്രസ് മുന്നണി പരാജയപ്പെട്ടത്. അപ്പോൾ അതിനു മുമ്പ് ഇവിടെ കോൺഗ്രസിൻ്റെ പ്രതിനിധി പറഞ്ഞതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അദ്ദേഹം തന്നെ ബീഹാറിൻ്റെ തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയ ചരിത്രം പഠിക്കാത്തത് കൊണ്ടാണ് ഇത്തരമൊരു ആരോപണം പറയുന്നത്. കാരണം 2010 തിരഞ്ഞെടുപ്പിൽ അന്ന് ഇന്ത്യ ഭരിച്ചത് മൻമോഹൻ സിംഗ് ആണ്. ശ്രീ സോണിയാഗാന്ധി UPA അധ്യക്ഷയായിരുന്നു, കോൺഗ്രസ് പ്രസിഡൻ്റായിരുന്നു. രാഹുൽ ഗാന്ധി കോൺഗ്രസിൻ്റെ വൈസ് പ്രസിഡൻ്റായിരുന്നു. 2010 ബീഹാർ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ NDA, അതായത് BJP JDU സഖ്യം അന്ന് 2206 സീറ്റുകൾ, അതായത് 243-ൽ 206 സീറ്റുകൾ നേടിയിരുന്നു എന്നുള്ളതാണ്. അതായത് ഇന്ന് അത് ഏതാണ്ട് 2010 വരുന്നതേ. ഇപ്പം നമ്മൾ നോക്കുമ്പോൾ ഏതാണ്ട് 200 സീറ്റിനകത്തേ വരുന്നുള്ളൂ. അന്ന് 206 സീറ്റ് നേടിയിരുന്നു. അന്ന് കോൺഗ്രസിന് ലഭിച്ചത് 4 സീറ്റാണ്. 25 സീറ്റാണ് RJDക്ക് ലഭിച്ചത്. അപ്പോൾ 2025 ഈ വോട്ട് ചോരി ആരോപിക്കുന്ന കോൺഗ്രസ് 2010 അവരുടെ നേതൃത്വത്തിൽ ഭരണം നടത്തിയിരുന്ന കാലഘട്ടത്തിലാണ് 243-ൽ 206 സീറ്റുകൾ നേടി BJP NDA സഖ്യം ബീഹാർ ജയിച്ചത്. അപ്പോൾ യഥാർത്ഥത്തിൽ കോൺഗ്രസ് പഠിക്കേണ്ട പാഠമെന്ന് പറഞ്ഞാൽ ജനവിധിയെ മാനിക്കാൻ പഠിക്കണം. കാരണം കോൺഗ്രസ് നയിക്കുന്ന, അല്ലെങ്കിൽ ആ ഒരു രാജവാഴ്ചയുടെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട്, അല്ലെങ്കിൽ കുടുംബാധിപത്യത്തിൻ്റെ പശ്ചാത്തലത്തിൽ നിന്ന് എൻ്റെ ജന്മാവകാശമാണ് ഇന്ത്യയെ ഭരിക്കുക, എൻ്റെ കുടുംബത്തിൻ്റെ ജന്മാവകാശമാണെന്ന് വിശ്വസിക്കുന്നത് കൊണ്ടാണ് ജനഹിതത്തെ അവഹേളിക്കുന്ന തരത്തിൽ ഈ തിരഞ്ഞെടുപ്പ് വിധി വരുന്ന ദിവസം പോലും അനാവശ്യമായ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത്. കാരണം നമ്മുടെ ജനാധിപത്യ വ്യവസ്ഥ എന്ന് പറയുന്നത് വളരെ സുതാര്യമായ ഒരു പ്രക്രിയയാണ്. മാത്രമല്ല, ഇന്ത്യയിലെ മറ്റു പല സെൻസസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഒരു ബ്യൂറോക്രാറ്റിക് ലെവലിലാണ് നടത്തുന്നതെങ്കിൽ വോട്ടേഴ്സ് ലിസ്റ്റ് സാധാരണ തയ്യാറാക്കുന്ന ഒരു പാർട്ടിസിപ്പേറ്ററി റോളിലൂടെയാണ്. അതായത് ജനപങ്കാളിത്തത്തോടെ, അംഗീകൃത രാഷ്ട്രീയ പാർട്ടികളുടെ പിന്തുണയോടെ, പങ്കാളിത്തത്തോടെ, അതായത് ഓരോ ബൂത്തിലും വോട്ടേഴ്സ് ലിസ്റ്റ് തയ്യാറാക്കുമ്പോൾ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിയോഗിക്കുന്ന അതാത് സംസ്ഥാന ഗവൺമെൻറ്റിലെ ജീവനക്കാരാണ്. ആ ജീവനക്കാരോടൊപ്പം തന്നെ അംഗീകൃത രാഷ്ട്രീയ പാർട്ടിയുടെ ബൂത്ത് ലെവൽ ഏജൻറ്റിനും കൂടെ അതേ ഉത്തരവാദിത്തമുണ്ട്. ഡ്രാഫ്റ്റ് വോട്ടേഴ്സ് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തതിന് ശേഷം ഏതാണ്ട് 1 മാസമെങ്കിലും അത് സമൂഹത്തിൻ്റെ മുന്നിലുണ്ടാവും. നമുക്ക് എതിർപ്പുകളുണ്ടെങ്കിൽ, കൂട്ടിച്ചേർക്കലുണ്ടെങ്കിൽ, അതുപോലെ തന്നെ പുറത്താക്കേണ്ടതുണ്ടെങ്കിൽ ഇതിനൊക്കെയുള്ള അപേക്ഷ കൊടുക്കാം, പരാതി കൊടുക്കാം. അതെല്ലാം പരിഹരിച്ചതിന് ശേഷമാണ് ഫൈനൽ ലിസ്റ്റ് വരുന്നത്. അതുപോലെ നമ്മുടെ തെരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ പങ്കാളിത്തം നമ്മൾ എടുത്തു പറയേണ്ട ഒരു വിഷയം എന്നാൽ ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ ഏറ്റവും വലിയ കരുത്തെന്ന് പറഞ്ഞത് ഞാൻ നേരത്തെ പറഞ്ഞ പാർട്ടിസിപ്പേറ്ററി റോളാണ്. അതിൽ ഓരോ തിരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ഓരോ ബൂത്തിലും 17C എന്നൊരു ഫോം 17C എന്നൊരു വോട്ട് അക്കൗണ്ട് ഈ പാർട്ടിയുടെ കാൻഡിഡേറ്റിൻ്റെ ഏജൻറ്റിന് പ്രിസൈഡിങ് ഓഫീസർ ഒപ്പിട്ട് നൽകി കാൻഡിഡേറ്റിൻ്റെ ഏജൻറ്റ് ഒപ്പിട്ട ഒരു ഫോം ഉണ്ടാവും. അത് വോട്ടിംഗ് മെഷീനിലും അത് കീപ്പ് ചെയ്യും. അതിൻ്റെ ഒരു കോപ്പി ഈ ബൂത്ത് ലെവൽ ഏജൻറ്റിന് കൊടുക്കും. എണ്ണുന്ന ടേബിളിൽ വരുമ്പോൾ ഇത് രണ്ടും ഒരു മിസ്മാച്ച് ഉണ്ടെങ്കിൽ അത് അസാധുവാകും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു തരത്തിലും ഇന്ത്യൻ ജനാധിപത്യ വ്യവസ്ഥയിൽ നടക്കുന്ന തിരഞ്ഞെടുപ്പ് പ്രക്രിയയെ ആർക്കും തന്നെ അട്ടിമറിക്കാൻ കഴിയില്ല. കാരണം ഇലക്ഷൻ്റെ അന്ന് വൈകുന്നേരം ഈ ബൂത്ത് ലെവൽ ഏജൻറ്റിന് ആ ബൂത്തിലെ
വോട്ടിൻ്റെ അക്കൗണ്ട് കൊടുക്കുകയാണ് 17C എന്നുള്ളത്. അപ്പോൾ ഇത്രയും വളരെ സുതാര്യമായി നടക്കുന്ന ഒരു ജനാധിപത്യ പ്രക്രിയയെ, തെരഞ്ഞെടുപ്പ് പ്രക്രിയയെ തകരുന്ന തരത്തിൽ, ഇന്ത്യയെ അവഹേളിക്കുന്ന തരത്തിൽ, ഇന്ത്യയിലെ ജനാധിപത്യ വ്യവസ്ഥയെ തകർക്കുന്ന തരത്തിലേക്കുള്ള ക്യാമ്പയിനിങ് അത് ജനങ്ങൾ തിരിച്ചറിഞ്ഞു എന്നുള്ളതാണ്. ഇന്ന് നമ്മൾ ജീവിക്കുന്നത് തിരിച്ചറിവാണ് ഈ 200 എന്ന് പറയുന്ന വലിയ ഫിഗറിലേക്ക് NDA എത്തിച്ചിരിക്കുന്നത്.